السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. അബ്ദുൽ ഖാദിർ ഇച്ചമസ്താൻ ഇലാഹി അനുരാഗത്തിൻ്റെ ആഴപ്പറപ്പുകളിലോട്ട് മന്ദം മന്ദം ഇറങ്ങിച്ചെന്ന് സ്ഫോടം തീർത്ത മഹാമനീഷി. മസ്താനായി നടന്ന ഇച്ച കുറിച്ചതെല്ലാം ദിവ്യകാവ്യമായി പരിണമിക്കുകയായിരുന്നല്ലോ. ആ ഇച്ചമസ്താന്റെ വിരുദ്ധങ്ങളിൽ ഏറ്റവും സുന്ദരമായത്, മധുരമോറുന്നത് ഹബീബായ തങ്ങളെ കുറിച്ച് എഴുതിയ വരികളാണ്. ആ ആത്മീയാനുരാഗത്തിന്റെ സഞ്ചാരപഥത്തിലൂടെ ഒരല്പനേരം നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. സർവ സംഭവ സമാരംഭങ്ങൾക്ക് മുമ്പേ മുന്നിൽ വെച്ചവടി മുന്നമേ റൂനുക്താക്ഷരം മുന്നിൽ വെച്ചവടി അത് മിന്നി മിനി കളിച്ചെണ്ട ഭുവാദമിൽ മീമമുളച്ചതടി മീമമുളച്ചതടി കന്നമിലാസിഫതണ്ട ജബേയിലെ കന്നമിലാസിഫതണ്ട ജബേയിലെ കത്തിമറിണ്ടതടി അത് കരുണാനൂർ മുഹമ്മദ് യായെന്ന് കരുണാനൂർ മുഹമ്മദ് യായെന്ന് പേര് വിളിച്ചതടി പേര് വിളിച്ചതടി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂൻ എന്ന അധ്യായത്തിലെ പ്രപഞ്ച സത്യത്തോട് ചേർത്ത് വെച്ച് ഇച്ച പറയുന്നത് സർവ സംഭവ സമാരംഭങ്ങൾക്ക് മുമ്പ് പിറവിയെടുത്ത ഹബീബായ തങ്ങളുടെ നൂറിനെ കുറിച്ച് തന്നെയാണ്. മാത്രമല്ല, ഈ വിരുദ്ധത്തിൽ ഇച്ച ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ചരിത്രം കാണാൻ സാധിക്കും. അഥവാ അബൂന അബുൽ ബഷർ ആദ നബി അലൈഹിസ്സലാം സ്വർഗീയ ലോകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് മലക്കുകൾ നബിയുടെ പിറകു വശത്ത് നിന്ന് ചിരിക്കുന്ന രംഗമുണ്ട്. അപ്പം ആദ നബി കാര്യം അന്വേഷിച്ചു, എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ആ സമയത്ത് മലക്കുകൾ പറയുന്നൊരു മറുപടിയുണ്ട്, ഭൂജാതനാകാനിരിക്കുന്ന അങ്ങയുടെ പേരമകൻ മുഹമ്മദ് നബിയുടെ നൂറ് അങ്ങയുടെ നെറ്റിത്തടത്തിലും കഴുത്തിന്റെ പിറകു വശത്തുമെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കണ്ട് സന്തോഷപരിതരായി ഞങ്ങൾ ചിരിച്ചതാണെന്ന് ആ അർത്ഥ സാദൃശ്യം വരുന്ന വരിയാണ് ഇച്ച ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇച്ച തുടരുകയാണ്. കത്തൻ തിരീത്ത് ഹയാത്തുടയോക്കെയും കത്തൻ എന്ന് പറയുന്നത് അല്ലാഹു തന്നെയാണ്. അല്ലാഹുവിന്റെ സ്വമതീയത്തായ സിഫത്തിലോട്ട് ചേർത്ത് വെച്ചിട്ടുള്ള പ്രയോഗമാണ്. മാത്രമല്ല, അല്ലാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെയും നിദാനം ഹബീബായ തങ്ങളാണെന്ന് ഇച്ച പറയാൻ പോവുകയാണ്. കത്തൻ തിരീത്ത് ഹയാത്തുടയോക്കെയും കത്തിമറിந்த കൊടി അത് കത്തും ഹയാത്തുൽ മഖാമുൽ മഹ്മൂദിൽ കത്തും ഹയാത്തുൽ മഖാമുൽ മഹ്മൂദിൽ കത്തിച്ചു വെച്ച തിരി കത്തിച്ചു വെച്ച തിരി. ആ ഹബീബായ തങ്ങൾ നാളെ അന്ത്യനാളിൽ മഖാമുൽ മഹ്മൂദ് എന്ന അലംഘനീയമായ സ്ഥാനത്തിരിക്കുന്ന കത്തി ജ്വലിച്ചിരിക്കുന്ന തിരുനാളമാണെന്ന് ഇച്ച കൂട്ടിച്ചേർക്കുന്നു. പുത്തിമരത്തിൽ മുളച്ചാരിന്റെ പുത്തിമരം എന്ന് പറയുന്നത് മനുഷ്യബുദ്ധി തന്നെയാണ്, അല്ലെങ്കിൽ മനുഷ്യ മനസ്സ്. ആ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ രൂപം കൊണ്ട അർശി എന്ന സിംഹാസനം, ആ സിംഹാസനത്തിലിരിക്കുന്ന ഹബീബായ തങ്ങളെ കുറിച്ചാണ് ഇച്ച പറയുന്നു. പുത്തിമരത്തിൽ മുളച്ചാരിന്റെ വൻകയറിട്ട കൊടി അത് ഭൂമതം പേശി മുഹമ്മദ് കൊണ്ടന്റെ ഭൂമതം പേശി മുഹമ്മദ് കൊണ്ടന്റെ ഭൂതി മറിയുന്ന കൊടി ഭൂതി മറിയുന്ന കൊടി.
ആ ഹബീബായ തങ്ങളുടെ പോരിശ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ ദുനിയാവാകുന്ന ആഗ്രഹങ്ങളെല്ലാം ഞാൻ മറന്നു പോയതടി എന്ന് സ്വന്തം ശരീരത്തോടായി ഇച്ഛ പറയുകയാണ്. മാത്രമല്ല ഇച്ഛയുടെ തന്നെ ഹബീബായ തങ്ങളെ പുകഴുക പറയുന്ന മറ്റൊരു വിരുദ്ധം കൂടി നമുക്ക് കേട്ടു നോക്കാം. മുത്തൊളി മുഹമ്മദന്റെ മുൻപിലുള്ള സിറടാ മുത്തിലുള്ള പത്തെടുത്ത് മുത്തി മുത്തിക്കൊള്ളടാ മുത്തൊളി മുഹമ്മദന്റെ മുമ്പിലുള്ള സിറടാ മുത്തിലുള്ള പത്തെടുത്ത് മുത്തി മുത്തിക്കൊള്ളടാ ബുദ്ധിമാർകളൊക്കെയും പൂരം കുടിക്കും കള്ളടാ ബുദ്ധിമാർകളൊക്കെയും പൂരം കുടിക്കും കള്ളടാ പുള്ളിലാഹിലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മുത്തൊളി മുഹമ്മദന്റെ മുൻപിലുള്ള സിറടാ മുത്തിലുള്ള പത്തെടുത്ത് മുത്തി മുത്തിക്കൊള്ളടാ. ഹബീബായ തങ്ങൾ സർവ്വതിൻ്റെയും മുമ്പുള്ള രഹസ്യങ്ങളുടെ കലവറയാണ്. ആ രഹസ്യങ്ങളുടെ കലവറയിൽ നിന്ന് മുത്തും പവിഴവുമെല്ലാം വാരിയെടുത്ത് മുത്തി മുത്തി കൊള്ളട എന്നാണ് ഇച്ഛമസ്താൻ പറയുന്നത്. അതുപോലെ ബുദ്ധിമാർഗങ്ങളൊക്കെയും അഥവാ ബുദ്ധിയുള്ള എല്ലാവരും കുടിക്കുന്ന സ്ഫുടമായ കള്ളാണ്. ആ ആനന്ദ ലഹരിയാണ് ഹബീബായ തങ്ങൾ. ആ ആനന്ദാമൃതം നുകർന്നിട്ട് പുള്ളി എന്ന് പറയുന്ന കുയില്, ആ കുയിലിനെ പോലെ നീ പാടിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. എത്ര സുന്ദരമാണ് ഈ വരികൾ, എത്ര സുന്ദരമാണ് ഈ വരികൾ. ഈ വരികൾ വാദ്യോപകരണം കൊണ്ട് അകമ്പടി സേവിക്കാതെ കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൂഫിയാന കലാമിന്റെ ലോകത്തിന് മൊത്തമായി ഇതിന്റെ തനിമയിൽ അവതരിപ്പിക്കാനും ആസ്വദിക്കാനും പുണ്യം നേടാനും നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ച് ഞങ്ങളുടെ വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.